ഇനി ഒരു രാവിലെ തന്നെ വളരെ ദാരുണമായ ഒരു വാർത്തകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 5 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം മാത്രമാണ് നിലവിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ കൂടി മൃതദേഹം പുറത്തെടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഇത് പുലർച്ചെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായി. രണ്ടാമത്തെ ആളുടെ കൂടി മൃതദേഹമാണ് നിലവിൽ കണ്ടെടുക്കാൻ പോകുന്നത്. ചിറ്റടിച്ചാലിൽ സോമൻ, ഭാര്യ ഷിജി, മാതാവ് തങ്കമ്മ, സോമന്റെ മകൾ ഷിമ, ഷിമയുടെ മകൻ 4 വയസ്സുള്ള ദേവാനന്ദ് എന്നിവരെയാണ് കാണാതായത്. ആദ്യം കണ്ടെടുത്തത് മാതാവ് തങ്കമ്മയുടെ മൃതദേഹമാണ്. ഇനിയിപ്പോൾ ഒരു മൃതദേഹം കൂടിയാണ് മണ്ണിനടിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അത് ആരുടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും JCB ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സുരക്ഷാ സേനകളെല്ലാം എത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിന്നിരുന്ന പ്രദേശമല്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം മുൻകൂട്ടി കാണാൻ സാധിച്ചിരുന്നില്ല. ഇവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരു കാര്യം. എന്തായാലും ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ സമീപ പ്രദേശത്തുള്ള ബാക്കിയുള്ളവരെയെല്ലാം സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പ്രതികരിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് ഇനി സുരക്ഷയുടെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആലോചനയിലുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി അവിടുത്തെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിറ്റടിച്ചാലിൽ സോമൻ, ഭാര്യ ഷിജി, മാതാവ് തങ്കമ്മ, സോമന്റെ മകൾ ഷിമ, ഷിമയുടെ മകൻ 4 വയസ്സുള്ള ദേവാനന്ദ് എന്നിവരെയാണ് കാണാതെയായത്. മജു ലൈനിൽ തുടരുന്നുണ്ട്. മജു, ഒരാളുടെ മൃതദേഹം കൂടി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 4 വയസ്സുള്ള കുട്ടി ദേവനം എന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഏതായാലും 4 പേരെയാണ് ഇപ്പോൾ ലഭിക്കാനുണ്ടായിരുന്നത്. നേരത്തെ ഈ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. 4 പേരുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. ഈ 4 വയസ്സുള്ള കുട്ടി ദേവനന്ദ് 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. കാണാതായിട്ട് 4 ദിവസത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പുലർച്ചെ ആണ് വലിയ ഒരു മഴ ഇടിഞ്ഞു വന്ന് ഏറ്റവും മുകൾ ഭാഗത്തുണ്ടായിരുന്ന സോമന്റെ വീട് ഏതാണ്ട് പൂർണ്ണമായും ഇവിടെ നിന്നും ഒലിച്ച് താഴേക്ക് പോയത്. അതിനുശേഷം ഈ താഴേക്ക് നിരവധി വീടുകളായി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീടുകളിലേക്കൊന്നും തന്നെ ഇത്തരത്തിൽ ആ ദുരന്തം അവിടെ നിന്നും തിരിഞ്ഞ് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാണാതായിട്ടുള്ള ആളുകൾ ഇവിടെ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദേവനം എന്നുള്ള 4 വയസ്സുകാരനായ കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കാര്യമാണ് അറിയിക്കുന്നത്. മജു, ഈ 4 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു എന്നാണോ പറഞ്ഞത്? 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഈ 3 പേരുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഈ സോമൻ അതുപോലെ തന്നെ സോമന്റെ ഭാര്യ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇപ്പോൾ നേരത്തെ 5 പേരെയാണ് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന 5 പേരെയാണ് ഈ ദുരന്തത്തിൽ കാണാതായിട്ടുള്ളത്. അതിനുശേഷം വലിയ തോതിൽ രക്ഷാപ്രവർത്തനം പുലർച്ചെ മുതൽ പുരോഗമിക്കുകയായിരുന്നു. ഏതാണ്ട് ഈ ദുരന്തമുണ്ടായത് ഏതാണ്ട് ഈ കഞ്ഞാർ സംഗമം ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മുകളിലായി ആയിട്ടുള്ളൊരു പ്രദേശത്താണ്. വലിയ കുന്ന് ഈ ഭാഗത്തുണ്ട്. കുന്ന് താഴേക്ക് ഇടിഞ്ഞ് പതിക്കുകയായിരുന്നു. മലവെള്ളപ്പാച്ചിലോട് കൂടി വീടിന് മുകളിലേക്ക് എത്തുകയും അതിനുശേഷം ഈ വീട് പൂർണ്ണമായും അത് അവിടെ നിന്നും ഒടിച്ചിറങ്ങി പോകുന്ന സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. ഏതായാലും ഈ താഴെ ഈ വീടിന് താഴെ സോമന്റെ വീടിന് താഴെയായി നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട്. മറിയക്കൽ കോളനി എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ആ വീടുകളിലേക്കൊന്നും തന്നെ ഈ മണ്ണ് ഉരുൾപൊട്ടൽ ഒഴുകിയെത്തിയില്ല. അവിടെ നിന്നും സമീപ പ്രദേശത്തിൽ ഒഴുകി അത് മലങ്കര ജലാശയത്തിലേക്ക് പതിക്കുന്നത് പുഴയിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. ഏതായാലും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വലിയ ദുരന്തം ഒഴിവായി പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പ്രദേശത്തിലേക്കൊന്നും തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. ഏതായാലും ഇപ്പോഴും ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളോടെല്ലാം തന്നെ അധികം ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ. മജു, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കുടയത്തൂർ പഞ്ചായത്ത് മെമ്പർ
ഷിയാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിയാസ്, കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കാം. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് വളരെ ദാരുണമായ ഒരു സംഭവം ഇടുക്കി കുടയത്തൂരിൽ നടക്കുന്നത്. എന്തായാലും 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മ തങ്കമ്മയുടെയും അതോടൊപ്പം തന്നെ 4 വയസ്സുള്ള ചെറിയ കുട്ടിയുടെയും മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. എങ്ങനെയാണ് അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത്? ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാളിയേക്കൽ കോളനിയിൽ മോർക്കാട് മലയുടെ താഴ്ഭാഗത്തു നിന്നും ഉരുൾപൊട്ടലുണ്ടായത്. അതിൽ കുടയത്തൂരിലെ ചിറ്റടിച്ചാലിൽ സോമൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജയ, മകൾ ഷിമയുടെ കുട്ടി അമ്മ തങ്കമ്മ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. തങ്കമ്മയെയും കുഞ്ഞിനെയും കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ അല്പം തെളിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും മഴയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വലിയ കുത്തൊഴിച്ചിലോടുകൂടിയാണ് മലവെള്ളം എത്തിയത്. 2 പേരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തീർച്ചയായും. അങ്ങിപ്പോൾ സംഭവ സ്ഥലത്താണോ ഉള്ളത്? ഞാൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ താഴേക്ക് ഒന്നും ഇറങ്ങിയതാണ്. തിരിച്ച് അവിടെ ചെല്ലുകയാണ്. തീർച്ചയായും. എന്തായാലും നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സുരക്ഷാ ഭീഷണി ഇനിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സമീപ പ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഊർജിതമായിട്ടുള്ള നടപടികൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് അധികാരികൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റു തുറക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്? പഞ്ചായത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കെട്ടിടമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകളിലേക്കും ഒക്കെയായിട്ട് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ച് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം നടക്കും. ഈ ദുരന്ത പ്രദേശത്ത് നിന്നും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം, അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് ഇപ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ട് നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഭീഷണിയുള്ള പ്രദേശത്തുള്ള ആളുകളെല്ലാം മാറിയിട്ടുണ്ട്. അവരെ മറ്റ് ഷെൽട്ടറിലേക്ക് മാറ്റേണ്ടതിനെ സംബന്ധിച്ച് ഇപ്പോൾ നടപടികൾ ഉണ്ടാവും. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഊർജിതമായുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു രാവിലെ നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങേക്ക് പരിചയമുള്ള കുടുംബമാണോ? അതെ. ഞങ്ങളുടെ ഞാൻ പ്രതികരിക്കുന്ന വാർഡിന് സമീപത്തുള്ള വാർഡ് തന്നെയാണ്. തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. പഞ്ചായത്ത് അംഗം ഷിയാസ് ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ്. വളരെ ദാരുണമായ സംഭവമാണ്. 4 വയസ്സുകാരന്റെ മൃതദേഹം ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മജു തത്സമയം ചേരുന്നുണ്ട്. മജു, പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഹിമ, ഏതായാലും നമുക്ക് നേരിട്ട് ഇടുക്കി SP VU കുര്യാക്കോസിലേക്ക് തന്നെ പോകാം. അദ്ദേഹം തന്നെ സംസാരിക്കും. സാറേ, ഇപ്പോൾ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. തങ്കമ്മ 70 വയസ്സും ആദിദേവ് 5 വയസ്സുള്ള കുട്ടിയുടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി 3 പേരുടെ ബോഡി കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും സംയുക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് എങ്ങനെ ദുരന്തമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്? മലയിടിഞ്ഞെത്തിയായിരുന്നു, വേറെ ആളുകൾക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ്? ഇല്ല, നിലവിൽ ഒരു വീട് മാത്രമേ ഇതിൽ വാനിഷായിട്ട് പോയിട്ടുള്ളൂ. ബാക്കി ഒരു 50 മീറ്ററോടെ മാറിയിരുന്നെങ്കിൽ ഒരു 52 വീടുള്ള കോളനിയിലോട്ട് വെള്ളം പോയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായേനെ. എന്തായാലും അത് ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം നല്ല രീതിയിലാണ് നടക്കുന്നത്. കാരണം മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് JCB വെച്ച് മണ്ണ് മാറ്റാനും മറ്റു കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നുണ്ട്. തുടർന്നുള്ള ഏതെങ്കിലും മണ്ണിടിച്ചിലോ മറ്റ് സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടോ, പ്രവചിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ ഭാഗത്ത് നോക്കിയതിൽ മണ്ണിടിച്ചിൽ ഭാഗം കാണുന്നില്ല. പക്ഷേ ഈ കല്ലും മണ്ണും വന്നിരിക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്യുമ്പോൾ അത് താഴോട്ട് വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഹിമ, അതുതന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചത്. പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഈ കാണുന്ന മലയാണ്, അതായത് ഈ മലയുടെ മുകളിലേക്കാണ് ഈ മലയുടെ മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ ഒരു ഉരുൾ താഴേക്ക് പതിക്കുന്നത്. അത് ഈ മാളിയേക്കൽ കോളനി ഭാഗത്തേക്കാണ് എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന സോമൻ എന്നയാളുടെ വീട്, 5 പേർ ഈ വീട്ടിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. സോമനും അതോടൊപ്പം തന്നെ സോമൻ്റെ ഭാര്യ, മാതാവ്, മകളുടെ 5 വയസ്സുള്ള കുട്ടി എന്നിവരാണ് ഈ സമയം ഈ വീട്ടിലുണ്ടായിരുന്നത്. ഏതായാലും ഈ ഉരുൾപൊട്ടലുണ്ടായ ഇതിന് ഈ സോമൻ്റെ വീടിന് താഴെയായി നിരവധി വീടുകൾ, അതായത് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി സൂചിപ്പിച്ചതുപോലെ നിരവധി വീടുകൾ,
52ഓളം വീടുകൾ ഈ വീടിന് താഴെയായിട്ടുണ്ട്. ഏതാണ്ട് ഈ സംഗമം ജംഗ്ഷൻ, അതായത് കുടയത്തൂർ സംഗമം ജംഗ്ഷനിൽ നിന്നാണ്ട് 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. ആ ഭാഗത്തായിട്ട് 52ഓളം വീടുകൾ ഉണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് പതിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോയിരുന്നുവെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഈ സോമൻ്റെ വീടിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ വലിയ ഉരുൾ പതിക്കുകയും അത് ആ വീട് പൂർണ്ണമായും ഇവിടെ നിന്നും ഒലിച്ചു പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. 5 പേരാണ് ആ ദുരന്തത്തിൽ കാണാതായിട്ടുള്ളത്. ഇപ്പോൾ 2 പേരുടെ മൃതദേഹം, അതായത് സോമൻ്റെ മാതാവ് തങ്കമ്മ, അതോടൊപ്പം തന്നെ മകളുടെ മകൻ ദേവനന്ദ് എന്നുള്ള 5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇനി സോമൻ, അതോടൊപ്പം തന്നെ മകൾ ഷിജ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ, ഭാര്യ അടക്കമുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ, ഇനി 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. ഏതായാലും വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി ഈ ഭാഗത്തുണ്ടായ വലിയ കനത്ത മഴ, ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തത്. വളരെ അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നില്ലാത്ത ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉരുളായി പതിച്ചെത്തുകയും അത് ഒരു വീട് പൂർണ്ണമായും ഇല്ലാതാക്കുകയും അത് 5 പേരെ കാണാതാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 2 പേരുടെ മരണം സംഭവിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ അഗ്നിശമന സേന അടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. ഏതായാലും മഴ അല്പം മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഏതായാലും അത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സഹായകരമായി സഹായിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടെടുത്തുള്ള മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് നേരത്തെ വാഹനങ്ങളൊക്കെ എത്തിച്ചേരുന്നതിനും JCB അടക്കമുള്ള വാഹനങ്ങളൊക്കെ എത്തിക്കുന്നതിനും വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഈ വീട്, അതായത് ഈ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതായി പോയിട്ടുള്ള വീടിൻ്റെ സമീപത്തുള്ള ആ വീടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ രക്ഷാപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും അഗ്നിശമന സേനയുടെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊച്ചുകുട്ടികളുടെ പുസ്തകങ്ങളടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയും. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും മണ്ണ് മൂടിയ അവസ്ഥയിലാണ്. ഒരു വീട് ഈ ഭാഗത്തുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് പൂർണ്ണമായും അത്തരത്തിൽ വലിയ പാറക്കല്ലുകളും മണ്ണും അതോടൊപ്പം തന്നെ മരങ്ങളും ഒക്കെ തന്നെ കൊണ്ട് മൂടി ആ വീട് പൂർണ്ണമായും മൂടിപ്പോയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ കാണുന്നത് രക്ഷാപ്രവർത്തനം അവിടെ ആളുകൾ പുരോഗമിക്കുന്നതാണ്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണാതായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്. കൂടുതൽ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ നിയന്ത്രണം ഈ ഭാഗത്ത് പോലീസും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നും മണ്ണിടിച്ചിൽ പോലുള്ള സാധ്യതകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ ഒരു കുന്നിൻ പ്രദേശമാണ്. അവിടെ നിന്നും താഴേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 52 കുടുംബങ്ങൾ ആ പ്രദേശത്തുണ്ട്. നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. വലിയ അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അത് ഈ ഒരു വീട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായും മണ്ണിനടിയിൽ ആയിപ്പോയിരിക്കുന്നു. 5 പേരാണ് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. കൊച്ചുകുട്ടി അടക്കമുള്ള 5 പേർ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന 5 പേർ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ വീടിനുള്ളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവരെയാണ് പൂർണ്ണമായും ഇപ്പോൾ കാണാതായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും വളരെ ദ്രുതഗതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമ, തീർച്ചയായും എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ്. 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിറ്റടിച്ചാലിൽ സോമന്റെ കുടുംബമാണ് ഉരുൾപൊട്ടലിൽ പെട്ടത്. അതിൽ സോമന്റെ അമ്മ തങ്കമ്മയുടെയും 4 വയസ്സുകാരൻ കുട്ടിയുടെയും മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് മജു പങ്കുവച്ചത്.